അതല്ലാതെ ദശലക്ഷക്കണക്കിന് കോടി വായ്പ എടുത്തിട്ടൊന്നും നിർവഹിക്കാൻ പോകുന്നില്ല. അടുത്തൊരു 20 വർഷം കൊണ്ട് മോട്ടോർ വാഹന നികുതിയിൽ നിന്ന് എത്ര കിട്ടുമെന്ന് കണക്കാക്കാലോ. ആ തുകക്കുള്ളതേ വായ്പ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് തിരിച്ചടവ് ഒരു പ്രശ്നമേ അല്ല. നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള പണം കിട്ടിക്കൊടുത്തേച്ചാൽ മതി. അതുകൊണ്ട് ഒരു കടക്കണിയിലും പോവില്ല. നമ്മുടെ നാട്ടില് ഈ പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ ഇന്നുണ്ടാവും. നമ്മുടെ കൺമുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെന്നിത്തല ആരോപിക്കുന്നത് ഈ മസാല ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയ കനേഡിയൻ കമ്പനിയെ അത് രാവിലെ ബന്ധമുള്ള കമ്പനിയാണ്. എന്തൊരു ഭാവനയാണ് രമേശ് ചെന്നിത്തലക്കൊക്കെ. അവിടെ കനേഡിയൻ പെൻഷൻ ഫണ്ട്, ആ പെൻഷൻ ഫണ്ട് അവർക്ക് ഫണ്ടുണ്ടല്ലോ, പെൻഷൻ തുകകൾ കൂട്ടിയുള്ള ഫണ്ട്. അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് വേണം പെൻഷൻകാർക്ക് പൈസ കൊടുക്കാൻ. അപ്പോൾ ഇത് പല മേഖലകളിൽ നിക്ഷേപിക്കും. പലിശക്കാവാം, ലാഭത്തിനാവാം, ഇല്ല. അങ്ങനെ ഈ പെൻഷൻ ഫണ്ട് ലാവലിൻ്റെയും ഷെയർ വാങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്ന പോലെ ഷെയറുകളിൽ നിക്ഷേപിക്കും. അങ്ങനെയാണ് ഒരു ബിസിനസ് മോഡല്. അത് വെച്ചിട്ടാണ് ലാവലിനുമായിട്ടുള്ള ഏർപ്പാടാണെന്നും പറഞ്ഞിറങ്ങിയിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇവരെ പോലുള്ള പന്നതമായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാര് ഇത്തരത്തിലുള്ള എന്താ പറയേണ്ടതിനൊക്കെ. തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്തെ ഒരു രാഷ്ട്രീയ കളി മാത്രമാണിതെന്നാണ് തോമസ് ഐസക്കിന്റെ പ്രതികരണം. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഹാജരാക്കാനുള്ള എല്ലാ രേഖകളും ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു. എന്നിട്ടും തന്നെ ഇ ഡി വിളിപ്പിക്കുമ്പോൾ അത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ ഇ ഡിക്ക് കഴിയുന്നില്ല എന്നുള്ള ആരോപണം കൂടി തോമസ് ഐസക് പറഞ്ഞു വെക്കുന്നുണ്ട്.